ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകും. എനിക്കിഷ്ടമുള്ള വീട് ഏതാ കാണാൻ? ക്യൂട്ട് ഹൗസ്. എല്ലാ വീടും ക്യൂട്ടാണ് എങ്കിലും നല്ല ഗ്രീൻ മെഡോസ്. ഇൻട്രസ്റ്റിംഗ്. ഇത് നല്ല ഒരു 16 ഡിഗ്രിയാണ് ഇന്നത്തെ ടെമ്പറേച്ചർ. ഇച്ചിരി തണുപ്പുണ്ട്, നല്ല തണുത്ത കാറ്റ്. കോട്ടൊക്കെ എടുത്തിട്ടുണ്ട്, ജാക്കറ്റ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വളരെ ലക്ഷാളിയായിട്ട് ഇങ്ങനെ ബസ് സ്റ്റോപ്പ് വരെ നടന്ന് പോവാണ്. ഞാനിതിങ്ങനെ ആസ്വദിച്ചത്. അപ്പോൾ ഹാച്ച് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് കോൺസെപ്റ്റാണ്. കുറേ റെസ്റ്റോറൻറ്റ്സ് ഉള്ളൊരു ഏരിയ ആണെന്നാണ്. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി ദൂരം ഇങ്ങനെ നടന്ന് വന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ ചെറിയൊരു എന്താ പറയുക, പാർവതി എന്തോ ഒരു കാര്യം എടുക്കാൻ പറഞ്ഞു. അവളുടെ കാർഡോ മറ്റോ എടുക്കാൻ പറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ തിരിച്ച് ഓടി നടന്ന് പോയിരിക്കുക. അപ്പോൾ അത്രയും സമയം ഞാനിവിടെ പക്ഷെ പോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കാര്യം എനിക്കിഷ്ടമല്ല. അപ്പോൾ അവൾ പറഞ്ഞിട്ട് പോയെന്താ അറിയാമോ മോള്, അമ്മ കുറച്ച് നേരം വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കും, അപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു അമ്മയ്ക്ക് എന്തായാലും കുറച്ച് സമയം വേണമല്ലോ ഇതൊക്കെ ഇങ്ങനെ നോക്കാൻ. എനിക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം എടുത്തോളൂ എന്ന് പറഞ്ഞത്. അതൊരു പോയിൻ്റാണ്. എത്ര സമയം നിന്നാലും എനിക്ക് മതിയാവില്ല. ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടേയിരിക്കും. അതാണല്ലോ ഇപ്പോഴത്തെ പുതിയൊരു ഹോബി. പരിചയമില്ലാത്ത ഒരുപാട് ഫ്രൂട്ട്സും ഫ്ലവേഴ്സും ഒക്കെ കാണാം. ഇതിപ്പോൾ എല്ലായിടത്തും കാഴ്ച നിൽക്കുന്നുണ്ട്, എന്താണെന്ന് ഒരു പിടിയില്ല. പക്ഷെ കഴിക്കാൻ പറ്റുന്നൊന്നുമല്ല കേട്ടോ. ഇതൊരു ഓർണമെൻ്റൽ ഒരു ചെടി പോലെയാണ്, പക്ഷെ നല്ല രസമാണ് ഇത് കാണുമ്പോൾ. ഒരു എന്താ പറയുക, ഓറഞ്ച് പിന്നെ റെഡ് കണ്ടില്ലേ, ഇങ്ങനെ ഇതുപോലത്തെ കുറേ കാണാം. പോകുന്ന വഴിയെല്ലാം ഇങ്ങനത്തെ കുറേ ഫ്ലവറിങ് ആൻഡ് ഇത് ഫ്ലവർ വന്നിട്ട് പിന്നെ അത് ഇങ്ങനെ ഫ്രൂട്ട് പോലെ ആകുന്നതാണെന്ന് തോന്നുന്നു. സോ ദിസ് നിറച്ച് ആ ഒരു നമ്മുടെ എന്താ പറയണ്ടേ, മഞ്ചാടിക്കുരുവൊക്കെ മാതിരി. ഈ നടത്ത് ചെന്ന് അവസാനിക്കുന്നത് നമ്മുടെ ബസ് സ്റ്റോപ്പിലാണ്. ബസ് സ്റ്റോപ്പിൽ സ്ഥിരമായി ഈ റൂട്ട് ഓടുന്ന 1-2 കളർ ബസ്സുണ്ട്. ആ ബസ് നോക്കി അതിൽ നമ്പറും ഉണ്ടാകും, അത് നോക്കി കയറിയാലോ. റെഡ് കളറിലെ ആ ഒരു ഫ്രൂട്ട് പോലത്തെ ഉണ്ട്, മുത്ത് പോലെ. പിന്നെ ഓറഞ്ച് കളറും ഉണ്ട്. 2 കളേഴ്സാണ്. യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്ററിലാണ് പാർവതി മോള് അവളുടെ PG LLM ചെയ്തത്. ആഫ്റ്റർ മാരേജ്, വിവാഹശേഷം ഇവിടെ വന്നിട്ട് മാഞ്ചസ്റ്റർ ടെക്നോളജി സെൻറ്റർ, അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബ്ലൂ കളറിലെ ബോക്സ് പോലെ കാണുന്നില്ലേ, ബ്ലൂ പിങ്ക്, അതാണ് ഹാച്ച്. നമ്മളിന്ന് അവിടേക്കാണ് വന്നത്. ഹാച്ച് അതായത് ഏതാണ്ടൊരു 30 ട്രേഡേഴ്സ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഷോപ്സ് നടത്തുന്ന ഒരു ഏരിയ. എല്ലാ ടൈപ്പ് ഫുഡും കിട്ടുന്ന റെസ്റ്റോറൻറ്റ്സ്, പിന്നെ എന്താ പറയുക, ലോക്കൽ മേക്കായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ, അല്ലാത്ത കാര്യങ്ങൾ, ചെറിയ ഷോപ്പിംഗ് ആൻഡ് ഈറ്റിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ചില അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഓപ്പൺ എയർ പോലെയുള്ള ഭാഗമുണ്ട്, അല്ലാണ്ടിരിക്കാനുള്ള ഇൻഡോറുണ്ട്. അങ്ങനെ എല്ലാം കൂടെ വരുന്ന ഒരു ഫുഡ് കോർട്ട് കം ഷോപ്പിംഗ് ഏരിയ ആണെന്ന് പറയാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹാച്ചിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ഇങ്ങനെയാണ്. ഒരു സ്റ്റൈലിഷ് ആയിട്ടൊക്കെ ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു യൂത്ത് ഓറിയൻറ്റഡ് ഒരു പ്ലേസാണ്.
നല്ല തണുപ്പായി കഴിഞ്ഞു. അതാണ് ഞാനിപ്പോൾ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞു നമ്മുടെ ജാക്കറ്റ്. അപ്പോൾ DJ ജിം, ഹൗ ടു ലേൺ, അങ്ങനെ കുറേ ഭയങ്കര പരിപാടിയാണ്. വേറെ കൺവെൻഷനിലല്ല, വേറൊരു സ്റ്റൈൽ ഓഫ് കാര്യങ്ങൾ. ഷോപ്പിംഗ് മെയ്ഡ് സസ്റ്റൈനബിൾ. ക്യൂബിക്കിൾസ് നമ്പർ ഇട്ടാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. സ്പേസ് അവൈലബിൾ സ്പേസ് ഉണ്ട്, ക്രിയേറ്റീവ് സ്റ്റുഡിയോ സ്പേസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ആർക്ക് വേണമെങ്കിലും അതിങ്ങനെ റെൻ്റ് ഔട്ട് ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള ഈ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാം. ഹാച്ച് കമ്മ്യൂണിറ്റി. ഓരോ സ്റ്റൈലാണ്. വെള്ളേക്കും ഉണ്ട് ടു ദ ടെറസ്. ഇലക്ട്രിക് കോക്ടെയിൽ കളക്ഷൻസ്. എല്ലാം ഒന്നും ഓപ്പൺ ആയിട്ടില്ല, ഞാൻ ഇച്ചിരി നേരത്തെ ആണെന്ന് തോന്നുന്നു. അപ്സ്റ്റേഴ്സ് ഇസ് എ ബിയർ ബോക്സ്. ടെറസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇവിടെയും വന്നിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഏരിയയാണ്. ഇവിടെയും ഫുഡൊക്കെ സെർവ്. പക്ഷേ ഇപ്പോൾ ടൈം ആയിട്ടില്ല, അതാണ് പ്രശ്നം. വലിയ തിരക്കായിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ വന്നത്. പക്ഷേ ഇത് ഈവനിങ് ടൈം ആകുമ്പോഴാണ് ലൈവ്ലിയാണ്. DJ ഭയങ്കര സെറ്റപ്പ്. സ്ട്രീറ്റ് ഫുഡ് ഫ്രം ദ സ്ട്രീറ്റ്സ് ഓഫ് തെസ്സലോനിക്കി, ഗ്രീസ്. അത് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട ഭാഗമാണ്. വിയറ്റ്നാമീസ് സ്ട്രീറ്റ് ഫുഡിൻ്റെ ഭാഗത്ത്. ഇത് ട്രക്കിലാണ്. ഹനോയി 4 മീൻസ് ഫ്ലാറ്റ് റൈസ് നൂഡിൽസ്. സോ ഇതിൻ്റെ പേരൊന്നും വായിക്കാൻ പറ്റുന്നില്ല. Stir fried noodles with tender organic beef, veg, black pepper, soya, oyster sauce, loaded fries. ഒരു അൺകൺവെൻഷണൽ സ്റ്റൈൽ ഓഫ് ഇൻഡിപെൻഡൻറ്റ് റീറ്റെയിൽ ഫുഡ് ആൻഡ് ഡ്രിങ്ക്. അങ്ങനത്തെ ഒരു സ്റ്റൈലാണ് മൊത്തത്തിൽ. എന്ത് വേണമെങ്കിലും ആകാം, എന്ത് വേണമെങ്കിലും. സ്റ്റുഡൻസിനൊക്കെ ഡിസ്കൗണ്ട് ഉണ്ട്. എന്ത് ഫുഡ് വേണമെങ്കിലും കഴിക്കാം. അങ്ങനെ മ്യൂസിക്, ഡാൻസ്, ഫൺ, എൻജോയ്മെൻറ്റ്. ഇത് മെസ്സി എന്ന് പറഞ്ഞിട്ട് ഇത് കംപ്ലീറ്റ് മെഡിറ്ററേനിയൻ റൈസ് ബോക്സ്, സ്റ്റ്യൂ ബോക്സ്, അങ്ങനെ. ഇപ്പുറത്ത് വേറെ ഇടണം. പർമോജിനോ എന്താണ് അപ്പോൾ. ഇതിൻ്റെ ഭക്ഷണമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എത്ര എക്സ്പെരിമെൻ്റ് ചെയ്യണമെന്ന് തോന്നിയാലും അവസാനം വരുമ്പോൾ ഞാൻ ടർക്കിഷ് അങ്ങനത്തേലേക്കാണ് വരുന്നത്. മെഡിറ്ററേനിയൻ ആ ഒരു സ്റ്റൈൽ. യെസ് പ്ലീസ്. Hot chili little. Yeah, little. Okay. You have mayonnaise? We do garlic mayo. Garlic mayo. Yeah, please. Garlic mayo. That's it? I think I'll have more of garlic mayo. Little more. Yeah. Yeah, enough. Yeah. Enough. Thank you. അങ്ങനെ ഹാച്ചിനകത്ത് ഒരു ഏരിയയിൽ വന്നിരിക്കുവാണ്. ഇപ്പോഴത്തെ ക്രൗഡ് കൂടി വരുന്നു. ഞാൻ വന്നിരുന്ന സമയത്ത് ഇത്ര നാളില്ലായിരുന്നല്ലോ ചെയ്ത ക്രൗഡ്. അപ്പോൾ നിറച്ചാളായി. അങ്ങനെ എൻ്റെ ഭക്ഷണവുമായി ഞാനിവിടെ മല്ലടിച്ച് തുടങ്ങി. പാർവതിയുടെ ഭക്ഷണമായിട്ട് വരും. അവൾ ഇതൊന്ന് ട്രൈ ചെയ്തു, ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു കാര്യം കൂടെ നോക്കാമല്ലോ. അപ്പോൾ 2 പേർക്കും 2 കാര്യങ്ങൾ വാങ്ങിച്ചാൽ 2 പേർക്കും 2 ടേസ്റ്റ് ചെയ്യും. അതാണ് ഐഡിയ. ഇവിടുത്തെ മ്യൂസിക്കും എല്ലാം ആംബിയൻസും എല്ലാം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. ഒരു യൂത്ത് ഓറിയൻറ്റഡ് ഏരിയ. എന്തായാലും ഹാച്ച് എന്താണെന്ന് മനസ്സിലായി. എനിക്ക് പൊതുവേ കെബാബ് കോൺസെപ്റ്റ് ഇഷ്ടമാണ്. അപ്പോൾ ഇവിടുത്തെ കൂടുതലും കറങ്ങി തിരിഞ്ഞ് കെബാബ് പോലത്തെ ഒരു ഐറ്റത്തിലേക്ക് ഞാൻ എടുക്കാറുള്ളൂ. അതായത് റാപ്പ് അല്ലെങ്കിൽ അങ്ങനെ. റൈസ് ബോ ഓക്കെ. ഇതിലെന്തൊക്കെ വരും? പ്രോൺസ് എക്സ്ട്രാ തന്നു, അതിന് എക്സ്ട്രാ പേ ചെയ്തു അല്ലേ. പിന്നെ വേറെ എന്തൊക്കെയാണ്? ചിക്കനുണ്ടോ? എന്തൊക്കെയാണ്? ചിക്കൻ, പ്രോൺസ്, വെജീസ് ആൻഡ് റൈസ്. അകത്തോട്ട് റൈസ് അല്ലേ. കുറേ ക്യാബേജും അമ്മയുടെയാണ് നല്ലതല്ലേ. ഇത് ഞാൻ 80 കൊണ്ട് കൊടുക്കും. 9.5. നമ്മുടെ എനിക്ക് 7.5. മറ്റേത് 9.5. പക്ഷെ അത്രയും ക്വാണ്ടിറ്റി
കുഴപ്പമില്ല, ഇതിൻ്റെ പകുതി അങ്ങോട്ട് തന്നെ വരും. ഞാൻ ഇത്ര എന്തായാലും കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഹാച്ചിൽ നിന്നും ഭക്ഷണവും കഴിഞ്ഞ് പുറത്തേക്ക് നോക്കൂ. ഇതിപ്പോൾ ലൈറ്റ്സൊക്കെ വന്ന് രാത്രിയാണ് ഇത് ശരിക്കും ഭയങ്കര ലൈവ്ലിയാണ്. ഇത് നമ്മുടെ ഒരു ഓട്ട് ടൈമിംഗ് ആണ് സത്യം പറഞ്ഞാൽ. യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്ററിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് നടന്ന് പോകുമ്പോഴാണ്. മോള് കുറേ നാൾ പഠിച്ചല്ലോ, ഒരു 1 year കോഴ്സാണ് അവർക്ക് LLM പ്രോഗ്രാം. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ വന്ന സമയത്ത് അവിടെ പോകുമായിരുന്നു. ഇപ്പോൾ കുറേ നാളായി ആ ഭാഗത്തേക്ക് പോയിട്ട്. ഇവിടുന്ന് ബസ് പിടിച്ച് അങ്ങോട്ട് പോകുന്നതാണ് മോള് പറയുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്റർ ഭാഗത്തേക്ക് അതിൽ കുറച്ച് നടക്കാനുണ്ട്. എനിക്ക് ഒരുപാട് നടക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മൾ ബസ് സ്റ്റോപ്പിൻ്റെ അങ്ങോട്ടേക്ക് നടന്ന് പോകും. ഞാൻ എൻ്റെ പിന്നാലെ ഉണ്ട്, കുഴപ്പമില്ല. കേക്ക് ബസ്. ഓക്കെ, യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്ററിൻ്റെ ഫ്രണ്ടിലെത്തി. യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്റർ ഇതൊരു വലിയ യൂണിവേഴ്സിറ്റിയാണ്. നല്ല റാങ്കിങ് ഒക്കെ ഉള്ള യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്റർ. വെതർ മാറി നോക്കൂ, ഇപ്പോൾ നല്ല വെയിലായി ഈ ഭാഗത്തൊക്കെ. നമ്മൾ ഇറങ്ങിയ സമയത്തെ വെതർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? എന്തായിരുന്നു? നല്ല ബ്യൂട്ടിഫുൾ ഒരു ക്യാമ്പസാണ്. നേരെ ഓപ്പോസിറ്റ് ദ മാഞ്ചസ്റ്റർ മ്യൂസിയം, ആ ബിൽഡിംഗ് ആണ്. നല്ലൊരു എക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്, നിറച്ച് ഗ്രീനറിയും ഒക്കെ. നല്ല രസമാണ്, കൊള്ളാല്ലേ? കൊള്ളാം. നൈസ് മെമ്മറീസ്. ഒരു വർഷം പഠിച്ചതല്ലേ? എത്ര നാളായിരുന്നു ഇങ്ങോട്ട് വന്നേ? 2 years. 2-3 വർഷമാണ്. ആറോദിക്ക് മെമ്മറീസ്. യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്ററിൻ്റെ ഭാഗത്ത് വന്നപ്പോൾ അവൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 2-3 വർഷമായി എന്നാണ് പറയുന്നത്. പഠിച്ചിട്ട് പോയിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് തന്നെ വന്നിട്ടേ ഇല്ല. ഇപ്പോൾ എൻ്റെ കൂടെ വന്നപ്പോൾ മെമ്മറീസ്. യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്ററിൻ്റെ ഓൾഡ് ബിൽഡിംഗ് അതാണ് അല്ലേ? ആ മ്യൂസിയത്തിൻ്റെ സ്റ്റാർട്ട് ചെയ്തല്ലേ? ഏത് വർഷം? 1850 ഓൺവേർഡ്സ്. 1815 അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മാഞ്ചസ്റ്റർ 1850. യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്ററിൻ്റെ ഓൾഡ് ബിൽഡിംഗ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ആണ് യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്ററിൻ്റെ ഫസ്റ്റ് ആ പണ്ടത്തെ ബിൽഡിംഗ് സ്റ്റാർട്ടിങ്. ഇപ്പോൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 1815 ആ ഒരു കാലഘട്ടത്തിലല്ലേ തുടങ്ങിയ 1 of the oldest യൂണിവേഴ്സിറ്റീസാണ്. ഇപ്പം നമ്മൾ വന്ന് കയറിയ ഭാഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ന്യൂ വേർഷനാണ്. ക്രോസ് ചെയ്യണം. അപ്പോൾ ആ ഓൾഡ് ബിൽഡിങ്ങിനോട് ചേർന്നാണ് മാഞ്ചസ്റ്റർ മ്യൂസിയം, ദ മാഞ്ചസ്റ്റർ മ്യൂസിയം വരുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ന്യൂ ബിൽഡിംഗ്, കുറച്ച് മോഡേൺ ആയിട്ടുള്ള ആ കൺസ്ട്രക്ഷൻ. ഇതെല്ലാം ക്യാമ്പസിൻ്റെ ഭാഗമാണ്. കുട്ടികളൊക്കെ പുറത്തൊക്കെ വന്ന് പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഒരു എക്സ്പോഷർ കിട്ടും, അവർക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടാകും. സത്യം പറഞ്ഞാൽ പറ്റുകയാണെങ്കിൽ വിട്ട് പഠിപ്പിക്കണം പുറത്തൊക്കെ. ഇപ്പോൾ സ്കോളർഷിപ്സൊക്കെ കിട്ടുമല്ലോ. The Bayer laboratories. ക്ലോക്ക് ടവർ പോലെയൊക്കെ അതല്ല ക്ലോക്ക്. ക്രീപ്പേഴ്സ് എല്ലാം വളർത്തി വിട്ടിരിക്കുന്നല്ലേ ആ ബിൽഡിങ് മൊത്തം. പിന്നെ ചെടികളൊക്കെ പടർന്നു, നല്ല ഭംഗിയുണ്ട്. വെരി നൈസ്. ഇതിപ്പോൾ വെയിൽ മിക്സ്, വെയിൽ ആൻഡ് 2 കളറിലാണ്. യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്ററിൻ്റെ ഓൾഡ് ബിൽഡിങ്ങിൻ്റെ ആ ഒരു എൻട്രൻസ് വഴി നമ്മളകത്തേക്ക് കയറുമ്പോൾ കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിൻറ്റേജ് ഫീലിംഗ് ആണ്. ഒരു എന്താ പറയുക, ആ ഒരു
പഴമയെല്ലാം നല്ലതായിട്ട് ഫീൽ ചെയ്യാം. എന്തുമാത്രം ഫ്ലവേഴ്സാണ്, ഫ്ലവറിങ് പ്ലാന്റ്സ്, ട്രീസ്, ബ്യൂട്ടിഫുൾ. അയ്യോ നല്ല, ഇപ്പോൾ നോക്കൂ സ്കൈയുടെ കളറ്, ബ്ലൂ സ്കൈ. മഴയും പോയി എല്ലാം പോയി. പക്ഷേ ഇന്നത്തെ ഫോർകാസ്റ്റിലുണ്ട് 1 മണി കഴിഞ്ഞിട്ട് മഴ വരും എന്നാണ്. ഇപ്പോഴത്തെ ലക്ഷണത്തിലില്ല, പക്ഷേ എനി ടൈം എപ്പോൾ വേണമെങ്കിലും മാറാമല്ലോ. പാർവതി ഇങ്ങനെ എന്നെ നോക്കി ദൂരെ നിൽക്കുക, അമ്മ എന്തൊക്കെ കാണും. അവൾക്ക് ഇത്തരം കാര്യങ്ങളോടൊന്നും ഒരു ഫാൻസി ഇല്ല കേട്ടോ. ക്യാമറ, ഷൂട്ടിങ്, ഫോട്ടോ എടുക്കുന്ന പോലും വലിയ താല്പര്യമുള്ള ആളാണ്. നേരെ കാണുന്നതാണ് എന്താ ഫാക്കൽറ്റി ഓഫ് ആർട്സോ, ആർട്സ് സബ്ജക്ട്സ്. ഓക്കെ. ഇതിൻ്റെ പേരാണ് അലൻ ഗിൽബർട്ട് ബിൽഡിംഗ്. അതാണ് എന്താണ് സ്റ്റഡി ബിൽഡിംഗ്. സ്റ്റഡി ചെയ്യണമെന്നുണ്ടെങ്കിൽ, പഠിക്കണം എന്നുള്ളവർക്ക് സ്റ്റഡി സ്പേസസ്, ക്യൂബിക്കിൾസ് ബുക്ക് ചെയ്താൽ അവിടെ വന്നിരുന്ന് പഠിക്കാം. അപ്പോൾ പഠിത്തത്തിന് എയ്ഡ് ചെയ്യുന്ന രീതിയിലുള്ള പവർ പോയിൻ്റ് വെച്ചിട്ടാണ് അങ്ങനെ എന്ത് വേണമെങ്കിലും അവർക്ക് എല്ലാ സംവിധാനങ്ങളും, ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്ത് പഠിക്കാനും ഒക്കെ എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു ബിൽഡിംഗ്. ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അതിനകത്ത് തന്നെ ക്യാൻറ്റീനുണ്ട്, അതായത് കോഫി ഷോപ്പൊക്കെ ഉണ്ടാവും. പഠിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും, ഒരു പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വന്നാൽ, എന്തായാലും ഇത്രയും ദൂരെയൊക്കെ പഠിക്കാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പഠിക്കാനല്ലേ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മൂഡ് ഇങ്ങനെ ക്രിയേറ്റഡ് ആകുന്നത് നമുക്ക് അത്രയും സൗകര്യം ചെയ്ത് കിട്ടും. അതാ ഞാൻ പറഞ്ഞത്, പുറത്തൊക്കെ വിട്ട് കുട്ടികളെ പഠിപ്പിക്കണം. ഞാൻ ക്യാമ്പസിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ നടന്ന് കാണുകയാണ്. ഇത്ര വിശദമായിട്ട് സത്യം പറഞ്ഞാൽ ഇതുവരെ കണ്ടില്ല. അവൾ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടില്ല. 1-2 പ്രാവശ്യം ഞാൻ വന്നിരുന്നു, പക്ഷേ മോളിവിടെ പഠിക്കുമ്പോൾ. എങ്കിലും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണുന്നത് ഇപ്പോഴാണ്. നാട്ടിലേക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെക്കാട്ടിലും ഒരുപാട് വ്യത്യാസമാണ് പുറം രാജ്യങ്ങളിൽ. ശരിക്കും വന്ന് പഠിച്ചാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ഒരുപാട് സെൽഫ് സ്റ്റഡിയാണ്. കുറച്ചുകൂടെ കുട്ടികൾ എന്താ പറയുക, സ്പൂൺ ഫീഡിങ് അല്ല, ശരിക്കും കുറച്ചുകൂടി അവർ വളരെ എന്താ പറയുക, അവർ തന്നെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് അവർക്ക് കൂടുതൽ ട്രെയിൻഡ് ആകും. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ലെക്ചർ മെത്തേഡ് PGക്ക് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും നോട്ട്സ് ഡിക്റ്റേറ്റ് ചെയ്യൽ ആ പരിപാടിയൊന്നുമില്ല. അവർക്ക് സിലബസ് പറഞ്ഞു കൊടുക്കും, പിന്നെ ഏതൊക്കെ ഏരിയ നോക്കണമെന്ന് പറയും, ആർട്ടിക്കിൾസ് പറഞ്ഞു കൊടുക്കും, പിന്നെ ബുക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗൈഡൻസ് കൊടുക്കും. ബാക്കി കുട്ടികൾ സെൽഫ് സ്റ്റഡിയാണ്. അവർ തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു, അവർ തന്നെ പഠിക്കുന്നു, അവർ ആർട്ടിക്കിൾസൊക്കെ റെഫർ ചെയ്ത് പോകുന്നു. അപ്പോൾ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ അവർ ആ ഏരിയ എല്ലാം നോക്കിയിട്ട് പോകും. അപ്പോൾ കുറച്ചുകൂടിയൊക്കെ ഒരു ആപ്ലിക്കേഷൻ കൂടുതലാണ്, അതായത് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു പഠനമാണ്. കൂടുതലും പ്രാക്ടിക്കൽ നോളജ് കൂടും. അത് നടന്ന് ആ ചേർച്ചിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അത് ഇവൾ സ്ഥിരമായി പോയിക്കൊണ്ടിരുന്ന പള്ളിയാണെന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചേപ്പലിലൊക്കെ പോകാനായിട്ട്. ഒരുപാട് ചേർച്ചസ് അതെല്ലാം പോകാനൊക്കെ ഇഷ്ടമുള്ള ആളാണ്. എനിക്കും ഇഷ്ടമാണ് കേട്ടോ. വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയം കൊണ്ട് മോളകത്ത് കയറി കഴിഞ്ഞു, പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനായിട്ട്. ഓക്കെ, പിന്നാലെ ഞാനും പോകുന്നുണ്ട്. എനിക്കിപ്പോൾ അത് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇച്ചിരി ഡിലേ വരുന്നുണ്ട് എല്ലാ കാര്യത്തിലും. ആ അറ്റം തൊട്ട് ഈ അറ്റം വരെ ഒരു ഏരിയ മുഴുവൻ യൂണിവേഴ്സിറ്റി തന്നെയാണ്. ആ സൈഡും ഈ സൈഡും ഒക്കെ ഇറ്റ്സ് എ ബിഗ് ഏരിയ. ഒരു 4 മണിക്ക് ഞങ്ങൾ തിരിച്ചെത്താമെന്നാണ് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. കാര്യം മോനൊരു 4:30 ആകുമ്പോൾ എത്തും, നാഷൻ വരും കുഞ്ഞിനെ വിളിച്ചിട്ട്. അപ്പോൾ അപ്പോഴത്തേക്കും നമുക്ക് അവിടെ എത്താം. ആ ഒരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾ. പക്ഷെ കുഴപ്പമില്ല, ടൈം കറക്റ്റായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് സോ ഫാർ. ഇനി ആ ഭാഗം വരെ ഒന്ന് നടന്നിട്ട് ആ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിൻ്റെയൊക്കെ ഒരു ഏരിയ ഒന്ന് കണ്ടേച്ച് തിരിച്ചു പോകും. മാഞ്ചസ്റ്റർ, യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്ററിൻ്റെ മാപ്പുണ്ട്. പിന്നെന്താ ടുഡേയ്സ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആയി പോയാലും കണ്ടുപിടിച്ച് തിരിച്ച് ഇറങ്ങാൻ പറ്റും ആർക്കാണെങ്കിലും. ക്യാമ്പസിനകത്ത് കയറി സെയിൻസ്ബറി കയറിയിട്ട് ഓക്കെ, എന്തെങ്കിലും ചെറിയ പേസ്ട്രി വാങ്ങിച്ചിട്ട് എന്താ പറയുക, നടക്കുമ്പോൾ കഴിച്ചുകൊണ്ട് പോകാം.
ഗാലറിയുടെ ഭാഗത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് വരുവാണ്. അവൾക്ക് ഇഷ്ടമാണ് ആർട്ട് ഗാലറിയല്ല, അങ്ങനത്തെ ആ പരിപാടികളൊക്കെ വലിയ ഇഷ്ടമാണ്. മ്യൂസിയം, ആർട്ട് ഗാലറീസ് അവളുടെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളാണ്. പക്ഷെ നല്ലൊരു ആംബിയൻസ് ആണ്. നോക്കൂ, ഫുൾ ഗ്രീനറി ചുറ്റോട് ചുറ്റും നല്ലൊരു സ്ട്രക്ചറും അതിന് ചുറ്റും ഒരു നല്ലൊരു ഗാർഡനൊക്കെ ആയിട്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ പോലും ബ്രിട്ടീഷുകാർ നല്ല വാൾപേപ്പർ ഡിസൈൻസ് ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സാമ്പിളിങ്ങാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ആർട്ട് ഗാലറിയിൽ ഇതൊക്കെയാണ് എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. എന്തെല്ലാം ഡിസൈൻസാണ് നോക്കുക, അന്നത്തെ കാലത്തെ. പല സാമ്പിൾസാണ്. മെഡലിയൻസ് 1850 ആൻഡ് 1850 to 1870 വരെയാണ്. ബ്ലോക്ക് പ്രിൻറ്റഡ് ആൻഡ് ഹാൻഡ് പെയിൻറ്റഡ്, മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട്. ആ കാലത്തെ 1850-നും 70-നും ഇടയ്ക്ക്. ഹാൻഡ് പ്രിൻറ്റഡ് വാൾപേപ്പർ മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് 1839 to 1899 കാലഘട്ടം. ഈ വാൾപേപ്പേഴ്സ് എല്ലാം മെഷീൻ പ്രിൻറ്റഡ് ആണ്. പക്ഷേ 1847, 1850 ആ പീരീഡിലുള്ള ഇംഗ്ലീഷ് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് വാൾപേപ്പേഴ്സ്. ഇതിങ്ങനെ വെച്ചിരിക്കുന്നത് മെഷീൻ പ്രിൻറ്റഡ് ഫ്രീസ് ആൻഡ് ഫില്ലിംഗ് മെയ്ഡ് ഇൻ മാഞ്ചസ്റ്റർ, ഇംഗ്ലണ്ട് 1886 ആ കാലഘട്ടത്തിലെ. 1892-94 ക്ലിഫ്റ്റൺ വാൾപേപ്പർ സാമ്പിൾ ബുക്ക് ഷോയിങ് മെഷീൻ ആൻഡ് ഹാൻഡ് പ്രിൻറ്റഡ് വാൾപേപ്പേഴ്സ് ഓൺ മൈക്ക ഗ്രൗണ്ട് ആൻഡ് ലിത്തോഗ്രാഫ് ഇൻറ്റീരിയർ മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട്. 1898 കാലഘട്ടത്തിലുണ്ടായിരുന്ന അതിൻ്റെ സാമ്പിൾ ബുക്കാണ്. ഇത് നോക്കിയിട്ടാണ് ആൾക്കാരിങ്ങനെ ആ കാലത്ത് ജീവിച്ചിരുന്ന ഇംഗ്ലീഷുകാരെല്ലാം ഓർഡർ കൊടുക്കും വാൾപേപ്പർ. അതിൻ്റെ വേറെ രസം എന്താ അറിയാമോ, ഈ ആർട്ട് ഗാലറിയുടെ അകത്ത് നിൽക്കുകയോ ഇരിക്കുകയോ ഒക്കെ ഇരിക്കാനായിട്ട് ഇങ്ങനെ സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ടോ. അവിടെ ഇരുന്ന് പുറത്തേക്കുള്ള ആ മനോഹരമായ ദൃശ്യങ്ങളിങ്ങനെ ആസ്വദിക്കാൻ പറ്റും. ആ ലോണും ആ ഗ്രീനറിയും ഒക്കെ, അതതിനെക്കാട്ടി രസമുള്ളൊരു പുറത്തേക്കുള്ള ഒരു വ്യൂ. ചുമ്മാ ഇരിക്കുക ഇവിടെ, വെറുതെ സീറ്റ് ഇട്ടിട്ടുണ്ട്, നോക്കിക്കൊണ്ടിരിക്കാം. ഒരു ലാൻഡ്സ്കേപ്പ് പോലെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയാണ് ഇരിക്കുന്നതെന്ന് തോന്നില്ല, അത്രക്കില്ല നമ്മൾ അവിടെ ഇരിക്കുന്ന പോലെ തോന്നും. ആ ഒരു ലോൺ ഏരിയയിൽ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ അല്ലേ ആ സീറ്റിൽ ഞാൻ ഇരിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ ഗ്ലാസ് പാർട്ടീഷൻ ഉണ്ടെന്ന് പോലും തോന്നില്ല. അതിൻ്റെ ഇടയിൽ ഇരിക്കുന്ന ഒരു അയ്യോ കൊള്ളാം. കംപ്ലീറ്റ് വാൾപേപ്പർ പിന്നിലായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത്. ഇത് ഗൂസ് പാർലമെൻ്റ് എന്നാണ് ഈ ഭാഗം പറയുന്നത്. ഭയങ്കര ആംബിയൻസ് കേട്ടോ ഈ ഒരു ആർട്ട് ഗാലറി, രക്ഷയില്ല. പാർലമെൻറ്റ് ഓഫ് ഗൂസ്. അപ്പോൾ ആർട്ട് ഗാലറി, അതിൻ്റെ തൊട്ട് സൈഡിൽ നമ്മൾ ആ കണ്ട സീനറി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, വെറ്റ്വർത്ത് പാർക്ക്. അത് പാർക്കും കൂടിയാണ്. അതാണ് അവിടെ നോക്കുമ്പോൾ അത്രയും ഭംഗിയുള്ള കാര്യം കണ്ട്. ഇറ്റ്സ് എ പാർക്ക്, നല്ല ഒന്നാം തരം ഒരു പാർക്കുണ്ടല്ലോ. ഇതിങ്ങനെ വെറുതെ വന്നിരിക്കാനൊക്കെ എത്ര സ്ഥലങ്ങളാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള. വേണ്ടാന്ന് വെച്ചെങ്കിലും പിന്നെ നമ്മൾ നടന്നു. കാര്യം ഏതായാലും ഇത്രയും വന്നതല്ലേ, സ്പീഡിൽ നടന്നപ്പോൾ റഷ് ഓം എന്നാണ് പറഞ്ഞത്. RUSHOM, റഷ് ഓം. ദ കറി മൈൽ എന്ന് ബോർഡ് വെച്ചിരിക്കുന്നു, വെൽക്കം ടു.
ഈ ഒരു മൈൽ കംപ്ലീറ്റ് ഇന്ത്യൻ ഷോപ്സാണ്. ഇന്ത്യൻ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പാകിസ്ഥാനി ആ ടൈപ്പ് ഫുഡ് കിട്ടുന്ന കടകളും എല്ലാം. സെപ്പറേറ്റ് ഒരു ഏരിയയാണ്. അത് കറി മൈൽ എന്ന് എഴുതി വെച്ചില്ല. ഓക്കെ, ക്രോസ് ചെയ്യാം. സിഗ്നൽ ഏത്തപ്പഴം. ഇവിടെ വന്നതിന് ശേഷം ഇതുവരെ ഏത്തപ്പഴം കണ്ടില്ല. ഏത്തപ്പഴം, കപ്പായും മറ്റൊക്കെ നമ്മൾ മറ്റേ കടയിൽ കണ്ടില്ലേ, രാജാസിൽ മധുരക്കിഴങ്ങ് ഉള്ളൊക്കെ. പക്ഷേ ഏത്തപ്പഴവും ഏത്തക്ക അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാ കടയും ഏതാണ്ടൊക്കെ ഒരുപോലെ തന്നെയാണ്. ഈ ഏരിയയിൽ വന്നാൽ ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ അതിനായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത കടകളുണ്ട്. അതിനുവേണ്ടി നമ്മുടെ ടിപ്പിക്കൽ ഇന്ത്യൻ എന്ന് പറയാൻ പറ്റില്ല, കൂടുതലും പാകിസ്ഥാനി ടൈപ്പാണ്. എനിവേ, ഹലാൽ ടൈപ്പ് മീറ്റും കാര്യങ്ങളൊക്കെ. ഇനി സമയമായി, മഴയും വന്നു. ഇനി പെട്ടെന്ന് തിരിച്ചു പോകാം. ഇനി കുറച്ച് നടക്കണ്ടേ, നമ്മളെ പള്ളിയുടെ അവിടെ വരെ നടക്കേണ്ടി വരും തിരിച്ച്.